മനക്കിലേക്ക് സ്വാഗതം. ഈ മനക്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം പണയം വെച്ചിരിക്കും. ഈ വീട്ടിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലം എന്ന് വേണമെങ്കിൽ ഈ ഒരു ഇന്നർ കോട്ടയാടിനെ വിശേഷിപ്പിക്കാം അല്ലേ? വീട് പണിത് കൊടുക്കുക എന്ന് തീരുമാനിച്ചപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾ എന്നും ആ വീട്ടിനെ കുറിച്ച് ഇത് ഞങ്ങളുടെ വീടാണല്ലോ എന്ന് സന്തോഷത്തോടെ തന്നെ എല്ലാ കാലവും ഓർക്കണം. വരുന്നവരൊക്കെ പറയണം നിങ്ങളുടെ വീട് എത്ര നന്നേന്ന്. അങ്ങനെ ഒരു വീടേ ഞങ്ങൾ പണിത് കൊടുക്കുള്ളൂ. കമോൺ എവരിബഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിൻ പിഞ്ചു ക്യാമറയ്ക്ക് പുറകെ തന്നെയുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ പട്ടിക്കാട്, നമ്മുടെ ഹൈവേന്ന് കുറച്ചും കൂടെ മാറി പട്ടിക്കാട് നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു അടിപൊളി വീടിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. നിറയെ പ്രത്യേകതകളുള്ള, കാണാൻ ഒരുപാട് ഭംഗിയുള്ള ഒരു വീടാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം ഈ വീട് നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് സ്വന്തമാക്കാനുള്ള അവസരം കൂടെ ഉണ്ട് കേട്ടോ ഈ വീഡിയോയിൽ പറഞ്ഞു വരുമ്പം. അപ്പോൾ എന്താണെന്ന് നമുക്ക് കാണാം. നല്ല ലാൻഡ്സ്കേപ്പിങ്ങും നല്ല ഇൻറ്റീരിയറും കൂടി ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാണ്. അപ്പോൾ ഈ വീട് പണിത ആളെ നമുക്ക് ആദ്യം പരിചയപ്പെട്ട് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഹലോ ശ്രീറാം ബ്രോ, നമസ്കാരം. കമോൺ എവരിബഡിയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ വീടാണല്ലോ ഇത്. അതെ അതെ. എന്താണ് ബ്രോൻ്റെ പ്രൊഫഷൻ? ഞാൻ ആക്ച്വലി ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറാണ്. പിന്നീട് ഞാൻ ഒരു കോൺട്രാക്ടിങ് ഫേമിലേക്ക് കടന്നു. അപ്പോൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ നല്ല ലക്ഷറി വില്ലാസൊക്കെയാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അങ്ങനെ പണിതിട്ടുള്ള ഒരു വീടാണ് നമ്മുടെ സ്വന്തം സ്ഥലത്ത് അല്ലേ? അതെ അതെ. എത്ര സെന്റിലാണ് ഇത് വരുന്നത്? ഇതിപ്പോൾ ഈ വീട് നിൽക്കുന്നത് ഒരു 10 സെന്റിലാണ്. 10 സെന്റിൽ എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ്? 2500 സ്ക്വയർ ഫീറ്റ് വീടാണ്. നല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശ്യാംരാജ് ചന്ദ്രോത്ത് എന്ന് പറഞ്ഞ ആർക്കിടെക്റ്റ് ആണ്. പറയേണ്ട ആവശ്യമില്ല. നമ്മൾ മുൻപ് അദ്ദേഹത്തിന്റെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ ഭാഗത്ത് തന്നെ ശ്യാംരാജ് ചന്ദ്രത്തിന്റെ ഹിറ്റ് എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ് അതല്ലേ? ഓക്കെ. വീടിന്റെ പ്രത്യേകത നല്ലൊരു സുഹൃത്തായിരുന്നു. സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം എന്ന് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അതെ അതെ. നമ്മളിത് സെയിലിന് വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിലും ഒരു പ്രൈം എന്നുള്ള രീതിയിൽ തന്നെ ആളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇന്നർ കോർട്ട്യാർഡ്സ് ഒക്കെ കാണണം. ഭയങ്കര രസകരമായിട്ട്, എന്താ പറയുക, അദ്ദേഹത്തിന്റെ ഒരു ടച്ച് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റൈലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ഒരു ഒതുങ്ങിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് അല്ലേ? വഴിയോട് ചേർന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഈ റൂട്ട് എങ്ങോട്ടാണ് ശരിക്കും? ഇത് കൂട്ടാല എന്നൊക്കെ പറയും. കൂട്ടാല. അതെ അതെ. അത് കഴിഞ്ഞ് ഹൈവേയിലേക്ക് കടക്കാൻ പറ്റും. ഹൈവേയിലോട്ട് കടക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം തൃശ്ശൂർ ടൗണിലേക്ക് നമുക്ക് 15 മിനിറ്റ് മതി ഇവിടുന്ന്. അതെ അതെ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ നോക്കുക, നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുള്ള ഉള്ള സ്ഥലം മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു ഏരിയ ആണല്ലേ? കുറച്ച് ചെടികളൊക്കെ മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു കാർ പോർച്ച് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇത് കടപ്പ സ്റ്റോണാണോ ചെയ്തിരിക്കുന്നത്? അതെ അതെ, കടപ്പ സ്റ്റോൺ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കുവാണെങ്കിൽ മുകളിലോട്ട് നമുക്ക് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ. ഓട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രിക്സ് ഇങ്ങനെ എലവേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ബ്രിക്സ് നമ്മൾ ക്ലാഡിംഗ് ഒന്നല്ല, ഒറിജിനൽ ബ്രിക്സ് തന്നെയാണ്. അത് ശ്യാമിന് നിർബന്ധമായിരുന്നു. അപ്പോൾ എല്ലാം നാച്ചുറൽ ആയിട്ട് തന്നെ വേണം എന്നുള്ള രീതിയിൽ ഒറിജിനൽ ബ്രിക്ക് വെച്ചിട്ട് ചെയ്തിട്ട് പിന്നെ നമ്മളത് പോളിഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതെ അതെ. ഈ എലവേറ്റ് ചെയ്ത് ഈ ഭാഗമില്ല, ഒരു ബാൽക്കണി പോലെ, അത് അവിടുത്തെ ബേവിൻ്റെ ആണ്. അതും രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡിലേക്ക് നോക്കുമ്പോഴല്ലോ, വീടിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പം ആണ് ശരിക്കും വീട് എത്രത്തോളം നീളത്തിലാണ് കിടക്കുന്നത് മനസ്സിലാവുക. ശരിക്കും 2500 സ്ക്വയർ ഫീറ്റ് ഫ്രണ്ടിൽ നോക്കിയാൽ മനസ്സിലാവില്ല. പുറകോട്ട് നോക്കുമ്പോൾ അതിങ്ങനെ പുറകോട്ട് നല്ല നീണ്ടു കിടക്കില്ലേ? അപ്പോൾ അവിടെ തന്നെ ഞാൻ കണ്ടൊരു കാര്യം, ക്യാറ്റ്സ് ക്ലോ അല്ലേ, ചെടി ഇങ്ങനെ മറഞ്ഞ്, അതായത് നമ്മുടെ പൈപ്പിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് നട്ടുപിടിപ്പിച്ചു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതേസമയം നനയ്ക്കണമെങ്കിൽ ഈ പൈപ്പിനകത്ത് തന്നെ ഓവർഫ്ലോ വരുന്ന വെള്ളം ചോട്ടിലേക്ക് വീണോളും ചെയ്യും. ഞാൻ വന്നപ്പോൾ അതിങ്ങനെ കുറേ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ പുറകിലേക്ക് നോക്കുവാണെങ്കിൽ ബെഡ്റൂമിനൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോയിട്ട് കാണാം. ചെടികളൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ടല്ലേ? അടിപൊളിയായിരിക്കും. പിന്നെ നമ്മൾ ചെറിയൊരു പാസേജ് പുറത്ത് കൂടെ കൊടുത്തിട്ടില്ലാണ്. നമ്മൾ ഇപ്പുറ സൈഡിൽ വന്നു അപ്പോൾ കാണുന്നതാണ്. ഇതിന്റെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കോട്ടയാടാണ്. ആ കോട്ടയാടിലേക്കുള്ള ഒരു എൻട്രൻസ് പുറത്തുനിന്ന് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പാസേജ്. ഒരു പന്തല്. അതെ അതെ, പച്ച പന്തല്. ഇത് മണി പ്ലാന്റ് മുഴുവനായിട്ട് വളർന്നിട്ടില്ല. അത് വളരുമ്പോൾ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് വരും. നല്ല ഭംഗിയായിരിക്കും, ഗ്രീനറി ആയിരിക്കും. വൈകിട്ട് ലൈറ്റ്സ് ഒക്കെ ഇട്ടുണ്ട്. നല്ല ഒരു ആംബിയൻസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് കണിമംഗലം കോവിലത്തെ ജഗന്നാഥ തമ്പുരാന്റെ പടിപ്പുരയിലേക്കാണ്. അതെ അതെ. കേട്ടോ, ഇത് വീടിൻ്റെ ഉള്ളിലൊരു കോട്ടയാടാണ്. അതിങ്ങനെ കയറി ചെല്ലാം. ഇത് നമുക്ക് ദേവിയിലും നമ്മൾ ഒരു വെറൈറ്റിക്ക് നമുക്ക് ഇതിലേയും കയറിയില്ല മിഞ്ചു. നമുക്കിനി ഇതിലേ ഒന്ന് റിവ്യൂ തുടങ്ങാം.
ആഹാ, ഈ വീട്ടിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലം എന്ന് വേണമെങ്കിൽ ഈ ഒരു ഇന്നർ കോർട്ട്യാർഡിനെ വിശേഷിപ്പിക്കുക അല്ലേ. ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ്. ഓടിൽ നിന്നും മഴവെള്ളമൊക്കെ നേരെ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് ചാടുകയും ചെയ്യും. മഴയില്ലാത്ത സമയങ്ങളിലാണെങ്കിൽ ഇതാ ഇതുപോലെ 2 കസേരയിട്ട് ഒരു കട്ടൻ ചായം കുടിച്ച് ഒരു പുസ്തകം വായിച്ചാൽ സെറ്റായി. നിറയെ ചെടികളാണ് അല്ലേ, ചുറ്റും ബോക്സുകളിലായിട്ട് നിറയെ ചെടികൾ വെച്ചിട്ടുണ്ട്. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ് അല്ലേ. അത് നമുക്ക് ഈ നമ്മുടെ ഡിസൈനിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമായിരുന്നു. അതെ അതെ, ഇത് ആക്ച്വലി എൻ്റെ അച്ഛൻ്റെ പ്രവർത്തനമാണ് ഈ ഗാർഡനിങ് ഏരിയ മുഴുവൻ. അച്ഛൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ഒരാളാണ്. അതെ, അപ്പൊ ആളുടെ ഇതിലാണ് ഗാർഡനിങ് ഏരിയ മുഴുവൻ ചെയ്തിട്ടുള്ളത്. ഗാർഡനിങ് മാത്രമല്ല, ഈ വീടിന്റെ എല്ലാം ഭാഗത്തും ആളുടെ കൈ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പരിചയപ്പെടുത്തണം. അതെ, പരിചയപ്പെടുത്താം. പുള്ളിക്കർമ്മ പരിചയപ്പെടുത്താം. അച്ഛനുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ ഇതാണ് ശ്രീറാം പ്രോയുടെ അച്ഛനും അമ്മയും. അച്ഛൻ്റെ പേര് സത്യൻ. അമ്മയുടെ പേര് ലത. സത്യൻ ലത. കൊള്ളാം. അപ്പം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു അല്ലേ? ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു, ഹോർട്ടിക്കൾച്ചർ കോളേജിലായിരുന്നു. ഒരു 34 കൊല്ലത്തോളം സർവീസ് ഉണ്ട്. എന്റെ മേഖല മുഴുവൻ കൃഷി തന്നെയാണ്. അപ്പം അതിന്റെയൊക്കെ അനുഭവത്തിന്റെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് ഗാർഡനിങ് ഒക്കെ ആയിരുന്നു എൻ്റെ മുഖ്യ തൊഴിൽ അവിടെ കോളേജിൽ. അവിടെ നിന്ന് ഞാൻ ഒരു ഫാം സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്തു. അതിനുശേഷമാണ് ഇങ്ങനെ ഈ കൃഷിയും കൃഷിത്തോട്ടങ്ങളൊക്കെ ആയിട്ടുള്ള ജോലിയിലേക്ക് കൂടുതൽ ഇറങ്ങി വന്നിരിക്കുന്നത്. പിന്നെ എൻ്റെ കൂട്ടുകാരുടെ വീടുകളിലും ബന്ധുക്കളുടെ വീടുകളിലും അതുപോലെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ വീടുകളിലൊക്കെ ഇതുപോലെ തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. രാവിലെ വന്ന് 7 മണി തന്നെ ഇവിടെ വന്ന് 8-9 വരെ ഇവിടെ നനയ്ക്കണം. ചെടികളുടെ അച്ഛനാണ്. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നനയ്ക്കണം. ഇവിടെ 2 പ്രാവശ്യം നനയ്ക്കണം, അല്ലെങ്കിൽ ഫ്രണ്ടിലൊക്കെ വാടി തുടങ്ങി. വൈകുന്നേരം 5 മണിയാകുമ്പോൾ വന്നിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും നനയ്ക്കും. കൃത്യമായിട്ട് ആവശ്യമാണ്. വീട് പണിത് കൊടുക്കുക എന്ന് തീരുമാനിച്ചപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾ എന്നും ആ വീട്ടിനെ കുറിച്ച് ഇത് ഞങ്ങളുടെ വീടാണല്ലോ എന്ന് സന്തോഷത്തോടെ തന്നെ എല്ലാ കാലവും ഓർക്കണം. വരുന്നവരൊക്കെ പറയണം നിങ്ങളുടെ വീട് എത്ര നന്നതെന്ന്. അങ്ങനെ ഒരു വീടേ ഞങ്ങൾ പണിത് കൊടുക്കുള്ളൂ. അതാണ് ഞങ്ങളുടെ ഒരു മനസ്സിലെ ഒരു ചിലർ സ്വപ്നം എന്ന് പറയും, സ്വപ്നമല്ല യാഥാർത്ഥ്യമാവണമെന്ന് വിചാരിക്കുന്ന ഒരു ചിന്തയാണത് ഞങ്ങളുടേത്. അപ്പോൾ അവൻ എന്നും അങ്ങനെ ചെയ്യാൻ സാധിക്കണം. അവൻ്റെ വീട്ടിൽ താമസിക്കുന്നവരൊക്കെ കൗതുകത്തോടെ ആ വീടിനെ കാണണം, ആ വീടിനെ സ്നേഹിക്കണം, വരുന്നവരൊക്കെ അതിനെക്കുറിച്ച് പുകഴ്ത്തി പറയണം. അതാണ് മോഹം. തോന്നുന്നതെന്ന് വെച്ചാൽ മകൻ ഒരു സ്ട്രക്ചർ ചെയ്തിടുമ്പം അതിനകത്ത് ലൈഫ് കൊണ്ടുവരുന്നത് ശരിക്കും ഈ അച്ഛനും അമ്മയാണ് അല്ലേ. ഒരു ഗ്രീൻ വന്നാൽ തന്നെ ആ ഒരു വീടിനൊരു ലൈഫ് വരും. അപ്പൊ ഇന്നർ കോർട്ട്യാർഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാലും നമ്മൾ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കയറുകയാണ്. അപ്പൊ ശ്രീഹരി എന്നാണ് ഈ വീടിന്റെ പേര്. നിങ്ങളുടെ കൺസ്ട്രക്ഷൻ ഫോമിന്റെ പേര് തന്നെയാണ് ശ്രീഹരി ഹോംസ് എന്നാണ്. അപ്പം നമുക്ക് എന്തായാലും വീട്ടിലോട്ട് കയറാം. അതായത് കയറി വരുമ്പോൾ തന്നെ ഒരു ലിവിങ് സ്പേസ് ആണുള്ളത്. ലിവിങ് സ്പേസിലേക്ക് തന്നെ നേരെ നോക്കുമ്പോൾ കോർട്ട്യാർഡിലേക്കുള്ള ഒരു വ്യൂ ആണ്. ഈ എവിടെ നിന്ന് നോക്കിയാലും കോർട്ട്യാർഡിലോട്ട് നല്ലൊരു ആ ഗ്രീനറിയിലോട്ടുള്ള വ്യൂ ഇവിടെ മസ്റ്റാണ്. മെയിൻ ഒരു കാര്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫുൾ ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുകയാണെങ്കിൽ തന്നെ അവിടേക്കുള്ള ഒരു വ്യൂ എല്ലാവർക്കും ഒരു ഗ്രീനറി. എന്നാ ഓപ്പൺ ആണോ ചോദിച്ചാൽ അങ്ങനെയല്ല താനും. ശരിക്കും ഈ കോർട്ട്യാർഡ് ശരിക്കും ക്ലോസ്ഡ് തന്നെയാണ്. വീടിനോട് ക്ലോസ്ഡ് ആണ്, പക്ഷെ പല ഭാഗത്തുനിന്ന് തുറക്കാം. അത്രേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് തോന്നുന്ന കിച്ചണിന്റെ ഭാഗത്തുനിന്ന് പോലും അങ്ങോട്ട് നല്ലൊരു വ്യൂ. കിച്ചണില് നമ്മള് സ്ത്രീകളെല്ലാവരും വർക്ക് ചെയ്യണ സമയത്ത് ഒരു ആകെ അടച്ചു മൂടിയ ഒരു ഫീൽ കിട്ടില്ല ഒരിക്കലും. അതും കൂടി ചിന്തിച്ചിട്ടുണ്ട് ഇതില് ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. ഇവിടെ എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ടുണ്ട്. ആ ഒരു മറക്കുട പോലെയൊക്കെ തോന്നുന്നത് അത് ശരിക്കും ഒരു മരത്തിന്റെ പാളിയാണ്. അതെ, ഇത് എൻ്റെ ഒരു ഇവിടെ തന്നെ അടുത്തുള്ള ഒരു കൂട്ടുകാരനാണ് ചെയ്തിട്ടുള്ളത്. ആളുടെ പേര്. അദ്ദേഹം ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. അപ്പൊ ഇങ്ങനെയുള്ള കരകൗശല സാധനങ്ങളൊക്കെ അദ്ദേഹം തന്നെ ചെയ്യുന്നതാണ്. ഇപ്പൊ ഈ വീടിന്റെ വെച്ചിട്ടുണ്ടെങ്കിൽ വിൻഡോസ് ഒക്കെ ഭയങ്കര നല്ല പഴയ ഒരു മോഡലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മള് പണ്ട് കാണുന്ന ഒരു കുറച്ചിങ്ങനെ രീതിയില് അത് നല്ല രീതിയിൽ ശ്യാമിന്റെ ഡിസൈനിൽ വന്നിട്ടുള്ള തന്നെയാണ്. നമ്മുടെ ആർക്കിടെക്റ്റിന്റെ ഇനി നമ്മൾ ജൂനിയർ ആർക്കിടെക്ട് എന്ന് പറയുന്നത് ഭവ്യ എന്ന് പറഞ്ഞ കുട്ടിയാണ് ജൂനിയർ ആർക്കിടെക്ട് ആയിട്ട്. അദ്ദേഹത്തിന്റെ എല്ലാ സഹകരണം ഉണ്ടായിരുന്നു. ലിവിംഗ് സ്പേസ് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിലേക്ക് ഒരു 1.5 അടി താഴത്തല്ലേ ഒരു സ്റ്റെപ്പായിട്ട് കൊടുക്കുന്നത്. ലാൻഡ് അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഭംഗി കൂടി ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് 2 സ്റ്റെപ്പ് ഇറക്കിയിട്ട് അപ്പോൾ ലാൻഡിനനുസരിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തത്. വേറെ മണ്ണിട്ട് നികത്തൊന്നും ചെയ്യാണ്ട് തന്നെ. അതെ, കുറച്ച് മണ്ണിട്ട് നികത്തിൻ്റെ വന്നു, എന്നാലും സ്റ്റെപ്പ് ബൈ ഒരു ശ്യാമിന്റെ ഒരു ഐഡിയ കൺസെപ്റ്റ് വേറെ രസമായിരിക്കും. പ്ലെയിനായിട്ട് കിടക്കുന്നതിനേക്കാളും ഒരു സ്റ്റെപ്പായിട്ട് കിടക്കുന്നത്. അവിടെ നിന്ന് ഇതേ ഇങ്ങനെ അങ്ങോട്ട് തിരിയുമ്പം
നമുക്ക് ഒന്നുകൂടെ ഒരു സ്റ്റെയർ കാണാം, മുകളിലോട്ട് ഒരു സ്റ്റെയർ കാണാം. മുകളിലൊരു ബെഡ്റൂം ആണല്ലോ ഉള്ളത്. അതെ അതെ. ഈ സൈഡ് ഫുൾ ഓപ്പൺ ആണ്. ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് മാത്രമാണ് ചെയ്തിരിക്കുന്നത്, ഗ്ലാസ് കർട്ടൻ. അവിടെ കുറച്ച് ചെടികളൊക്കെ വരാനുണ്ട്, ഗ്രീനറി. അത് ഇപ്പൊ ചെയ്തിട്ടില്ല. നമ്മൾ പുറത്തുനിന്ന് കണ്ട ചെടികൾ. അതെ അതെ. ഇവിടെ ഫുൾ ആയിട്ട് ചെടി നല്ല ബാമ്പൂ ഒക്കെ വെച്ചിട്ട് കവർ ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓ അടിപൊളിയായിരിക്കും. അങ്ങോട്ടുള്ള വ്യൂ അത് കിട്ടില്ല, പ്രൈവസി അതെ കിട്ടും ചെയ്യും. ഇപ്പൊ അത്യാവശ്യം ലൈറ്റ് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ ചെയ്തു വരണുള്ളൂ. അതാണ് കൺസെപ്റ്റ് വരുന്നത് ഇവിടെ. മതി കുഴപ്പമൊന്നുമില്ല. അപ്പം ഒരു 5-6 പേർക്കൊക്കെ, 6 ഒരു 8 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാഷ് സ്പേസ്, അതിനൊരു പൗഡർ റൂമും ചെറിയൊരു ടോയ്ലറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. ഫർണിഷിംഗ് മുഴുവൻ ചെയ്തിട്ടുള്ളത് അലങ്കാര വാൾ കവറിങ്സ് എന്ന് പറഞ്ഞുള്ള ഒരു ഫേമാണ്. ആലുവ, കാലിക്കറ്റ് ഒക്കെ ഉണ്ട് അവരുടെ ഷോറൂംസ് ഉണ്ട്. ജിബിനാണ് എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്, അതാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമുക്ക് വീട് വിൽക്കുമ്പോൾ വാങ്ങുന്ന ആൾക്ക് ഫർണിച്ചർ അടക്കമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല, ഫർണിച്ചറൊക്കെ ക്ലയന്റിന്റെ വേറെ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ ടി വി ഏരിയ സിമ്പിൾ ഒരു ബെഞ്ച് ഇട്ടിട്ടാണ് TV അതിനെ മേലെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും രസകരമായി തോന്നിയത് ഉള്ളിലും ഈ ബ്രിക്സ് വെച്ച് ചെയ്തിരിക്കുന്ന ഈ വാളാണ്. അത് വളരെ സമയം എടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഒരു ആർട്ടിസ്റ്റിക് ഫീല്. അതെ അതെ, ഒറിജിനൽ ഫീല് കിട്ടാൻ വേണ്ടിട്ട് തന്നെ. അപ്പോൾ വർക്കേഴ്സും അതേപോലെ ക്വാളിറ്റിയുള്ള വർക്കേഴ്സാണ് നമ്മുടെ. അപ്പം അത് നമ്മുടെ ഒരു കുറെ നാളുകളായിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സാണ്. അതല്ലേ, അവരോട് പ്രത്യേകം പറഞ്ഞ് ഞാൻ തന്നെ ഇരുന്ന് ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ ആ ഗ്യാപ്സ് ഒന്നും കറക്റ്റായിട്ട് കിട്ടില്ല. അതെ. ഇപ്പൊ ഈ ഒരു ഡൈനിങ് ടേബിളിന്റെയും ആ ഒരു വാളിന്റെയും കളർ ഏകദേശം സെയിം ആണ്. അതേസമയം നമ്മുടെ ഇന്നർ കോർട്ട്യാർഡിന്റെയും വാൾ അതേ സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ സ്ലൈഡിംഗ് ഡോർ, അതായത് നമുക്ക് ഈ പറഞ്ഞ ഇന്നർ കോർട്ട്യാർഡിലേക്ക് പോകാൻ വേണ്ടി ഒരു സ്ലൈഡിംഗ് ഡോറാണ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് WPC-ലാണ് ചെയ്തിട്ടുള്ളത്. WPC-ലാണ്. ഓക്കെ. യെസ്. അപ്പോൾ ഇതാണ് ഇന്നർ കോർട്ട്യാർഡും നമ്മുടെ ഡൈനിങ് ഏരിയയും. ഡൈനിങ് നോക്കിയാലും ഈ പറഞ്ഞ പോലെ ഈ കോർട്ട്യാർഡിലെ വ്യൂ ആണ് കിട്ടുക. അതൊരു മാരക വ്യൂ ആണ്. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോഴുള്ള വ്യൂ അത് മാരക, രക്ഷയില്ല. അതേസമയം അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒരു വൈറ്റ് കർട്ടൻ കൊടുത്തുകൊണ്ട് അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കാരണം എന്തൊരു ഭംഗിയാണെന്നറിയാം. പിന്നെ ഇവിടെ ഈ നമ്മുടെ ഈ സ്റ്റെയർ അടിയിൽ ഈ ലാൻഡിങ് ഏരിയയിൽ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ഇരിപ്പിടം കൂട്ടിച്ചേർത്താണോ? ഇരിപ്പിടം പ്ലസ് സ്റ്റോറേജ് സ്പേസ് കൂടെയാണ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാം. അവിടെ കവർ ചെയ്തിട്ടില്ല ഇപ്പോൾ. പക്ഷെ ശരിക്കും അവിടെ ഒന്നും ഇല്ലാണ്ടിരിക്കുന്നത് അതിന്റെ ഭംഗി പോയി. സ്റ്റെയറിന്റെ ഭംഗി കിട്ടണമെങ്കിൽ ഇങ്ങനെ നല്ല കിട്ടുള്ളൂ. സാധാരണ സർവീസ് ഏരിയ ഈ ഒരു ഏരിയയിൽ അങ്ങനെ ചെയ്യാറുണ്ട്, അത് കവർ ചെയ്ത് ബോക്സ് ചെയ്ത്. ഇൻവെർട്ടർ അങ്ങനെ സംഭവങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ടാവുക. യെസ്. അപ്പോൾ ഇതാണ് ഈ വീട്ടിൽ എത്ര ബെഡ്റൂമാണുള്ളത്? 3 ബെഡ്റൂമാണുള്ളത്. 2 ബെഡ്റൂമും മുകളിലൊരു ബെഡ്റൂം. പിന്നെ വേറൊരു ബെഡ്റൂമിനുള്ള സ്പേസ് നമ്മളിപ്പോൾ തന്നെ ചെയ്തിട്ടിട്ടുണ്ട്. ടോയ്ലറ്റൊക്കെ സംഘം ചെയ്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്തെടുക്കാം. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് കേട്ടോ. കളർ ടോണൊക്കെ ശ്രദ്ധിക്കണം, മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര ഏത് നോക്കിയേ, ബെഡിലോട്ടാണ് ആദ്യം നമ്മുടെ കണ്ണു പോകുക. ഒരു യെല്ലോ ബെഡ്ഷീറ്റൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം നമ്മുടെ ഹെഡ് റെസ്റ്റുള്ള ഈ ഒരു ഭാഗത്തെ വാൾ പെയിൻറ്റും നമ്മുടെ പുതപ്പിൻ്റെ അല്ലെ ബ്ലാങ്കറ്റിൻ്റെ തീമാറ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു നല്ല ബെഡ്റൂം. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയയും പ്ലസ് ഒരു ടോയ്ലറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. പിന്നെ 2 സൈഡ് ടേബിളുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള മുദ്രയായിട്ടുള്ള നമ്മുടെ വിൻഡോ, ഒരു 4 വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നെല്ലാം ഉപരി ഈ വീടിൻ്റെ ഈ ബെഡ്റൂമിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരു സിറ്റ് ഔട്ടാണ്. പ്രൈവറ്റ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് വീടിൻ്റെ പുറകുവശത്തായിട്ട് വരുമല്ലേ? അതെ അതെ. ഓക്കെ. വീടിൻ്റെ പുറകുവശത്തോട്ട് വരുന്നിട്ടുള്ള നല്ല നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ സിറ്റ് ഔട്ട്, അവിടെയും കാറ്റൊക്കെ കൊണ്ടിട്ട് ഇരുന്ന് വായിക്കാനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലം. എല്ലായിടത്തും ഇങ്ങനെ ഒരു സംഭവം സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് രസകരമായിട്ട് തോന്നി. വേണമെങ്കിൽ ഇവിടെ ഒരു അടുക്കളത്തോട്ടമൊക്കെ ആക്കാം. അതെ അതെ, ഭാവിയിൽ അത് ചെയ്യാനുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് ആയിട്ടില്ല മാത്രം. ചെടികൾ വയ്ക്കാനുള്ള തന്നെയാണ്. വീട് വാങ്ങുന്നവർ ചെയ്യട്ടെ. അതെ അതെ. ഓക്കെ. അപ്പോൾ ഇനി ഇതിന്റെ സീലിംഗ് നോക്കുക. സീലിംഗ് അതായത് സിമെന്റ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം പോളിഷ് ചെയ്തിട്ടിരിക്കുകയാണ്. നാച്ചുറൽ ആയിട്ടുള്ളതാണ്, തേച്ചിട്ടില്ല. ഗ്രൈൻഡ് ചെയ്യാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് അത്, ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്. ശ്യാമിന്റെ കുറെ പ്രൊജക്ട്സുകളിലൊക്കെ അത് കാണാം. അതെ അതെ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നേരെ കറക്റ്റ് അതേ ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന ഒരു അടുക്കളയിലേക്കാണ്. അടുക്കള പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. നല്ല എക്കോ ഇല്ല, ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല. തൽക്കാലത്തേക്ക് നമ്മൾ കബോർഡ്സ് ചെയ്തിട്ടിട്ടുണ്ട്, സ്ലാബ് അടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇനി ക്ലയന്റ് വന്നതിന് ശേഷം അവരെയും കൂടി ഐഡിയ വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യെസ്. ഓക്കെ. ഇതെല്ലാം മൾട്ടിവുഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാം മൾട്ടിവുഡ് വെച്ചിട്ടാണ് അതെ അതെ ചെയ്തിട്ടുള്ളത്. താഴേക്ക് ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് നല്ലോണം ഉണ്ട്. പിന്നെ നോക്കാം ഇതുണ്ട്, ഈ ഒരു ഇതുണ്ടോ, ഈ ഒരു കാഴ്ച ഇവിടുന്ന് ഈ സിങ്കിന്റെ അവിടെ നേരെ അങ്ങോട്ടേക്ക് നമ്മുടെ അതെ ഇന്നർ കോർട്ട്യാർഡിലേക്കാണ്
ഇന്നർ കോട്ടയാട്ടിലേക്ക് നമ്മൾ വാതിൽ തുറന്നു, അല്ല ജനൽ തുറന്നു. പാത്രം കഴുകുമ്പോൾ എന്തായാലും ബോറടിക്കില്ല. അതെ, ഏറ്റവും ബോറിംഗ് പരിപാടി പാത്രം കഴുകുക. അതെ, അത് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത് നമ്മൾ. ഇവിടെ ആരാണ് പറഞ്ഞത് പാത്രം കഴുകാൻ? എല്ലാവരും പറയുമല്ലോ. ഇപ്പം ഈ വീട്ടിൽ ഇപ്പോൾ ആരാണ് താമസം വരുന്നതെങ്കിലും പൂമുഖത്തേക്ക് ഒരു ചായ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇവിടെ തന്നെ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റെയർ കയറി പോവാണ്. സ്റ്റെയർ സൈഡ് ഹാൻഡ് റെയിലും ഒരു ഗ്രില്ലൊക്കെ ഇട്ടിട്ട് പ്രൊട്ടക്ട് ചെയ്തിരിക്കണം. വൺ സൈഡല്ല, ഇങ്ങോട്ട് ഈ സൈഡ്. പിന്നെ ഇവിടേക്ക് നോക്കുമ്പോഴത്തേക്കും ഇത് ഇവിടെ ജാളി ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്, കൊതുകടിക്കാൻ വേണ്ടിയിട്ട് നെറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ സ്റ്റെയർ നല്ല ഭംഗിയായിട്ട് ചെയ്തു. നമുക്ക് കാണുന്ന രീതി അതിൽ ഒളിപ്പിച്ചു വെക്കേണ്ട സംഭവമല്ല, സ്റ്റെയർ വീടിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതും ഭംഗിയായിട്ടിരിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. നേരെ കയറി വരുമ്പോൾ നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണാം, സിനിമകളിലെന്നല്ല പഴയ നാലുകെട്ട് തറവാടുകളിലൊക്കെയുള്ള മനകളിലൊക്കെയുള്ള ചില ഭാഗങ്ങളില്ലേ, ഫുള്ളായിട്ട് ഇരിക്കാനുള്ള സ്പേസ്, ഫുള്ളായിട്ട് ഇരിപ്പോ ഒരു 4 പേർക്ക് നിരന്ന് കിടക്കാം അങ്ങനെയുള്ളൊരു സ്പേസാണ്. ഇപ്പോൾ പകല് ഇപ്പം ഈ ഓടായതുകൊണ്ട് ചെറിയൊരു ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, പക്ഷേ രാത്രി സമയമായതുകൊണ്ടാണ് ഭയങ്കര ചൂടായിട്ട് ഫീൽ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല കൂളിംഗ് എഫക്റ്റ് ആണ് കിട്ടുക. അതെ, ഒരു ഈവനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല സുഖമായിരിക്കും, കാറ്റും കയറും. അതെ, ഇവിടെ നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നെറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നീളത്തിൽ ഒരു ബ്രിഡ്ജ് പോലെ കിടപ്പുണ്ട്, നമ്മുടെ നടപ്പ് വഴി പാസേജ്. അപ്പോൾ ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോഴും അതേ നമ്മുടെ ഡൈനിങ് ഏരിയ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ടോട്ടൽ പുറത്തേക്കുള്ള വ്യൂ വരെ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. മുകളിൽ നമ്മൾ ഓടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? ഒരു ബെഡ്റൂം, താഴെയുള്ള ബെഡ്റൂമിൻ്റെ ഒക്കെ ഏകദേശം ആ സൈസിൽ തന്നെ വരുന്ന ബെഡ്റൂം. 3 ചിത്രങ്ങൾ. പിന്നെ ഇവിടെ വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ക്ലോസ്ഡ് ആണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഐഡിയയിൽ ഞാൻ ഇപ്പോൾ ചിലപ്പോൾ ഓപ്പൺ ചെയ്യണം, ഇത് കിട്ടുള്ളൂ. അപ്പോൾ ലൈറ്റിങ്ങും ഈ പറഞ്ഞ പോലെ കാറ്റും വരാവുന്ന രീതിയിൽ. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ക്ലോസ് ചെയ്തിരിക്കണം. ചില ക്ലയൻസിന് അത് ക്ലോസ് ചെയ്യണം എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പൊ തുറക്കാൻ പറ്റില്ല, ഇതിപ്പോ ഫിക്സ്ഡാ ചെയ്തിട്ടുള്ളത്. വേണ്ട. അപ്പോൾ നമുക്ക് ഈ ബെഡ്റൂം കാലിയാക്കി ഇട്ടിരിക്കുകയാണ്. അതെ. ഈ ബെഡ്റൂമിന്റെ പ്രത്യേകത ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ബേ വിൻഡോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ബേ വിൻഡോ കം സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട് ഇവിടെ. പിഞ്ചുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ് ബേ വിൻഡോ ഒക്കെയുള്ള വീടുകളൊക്കെ. അതേപോലെ തന്നെ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം വരുന്ന 2 ഭാഗങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ഈ വിൻഡോയും പിന്നെ മുകളിലൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഗ്ലാസ് ഇട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. AC ഒക്കെ വെക്കുകയാണെങ്കിൽ തന്നെ ആവശ്യമെങ്കിൽ ഇവിടെയും കൊടുത്തു, 2 സൈഡിലും കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, നല്ല ഹൈറ്റ് തോന്നുന്നുണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഒരു വാഷ്റൂമും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ടെറസ്, താറാമുട്ട അതാണോ? താറാമുട്ട എന്നൊക്കെ പറഞ്ഞ ആരോ വണ്ടിയിൽ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. നാട്ടുമുറ അല്ലേ? ഇവിടേക്ക് വന്നപ്പോൾ കിട്ടുന്നൊരു കാറ്റുണ്ടല്ലോ. ഇതിവിടെ ചുറ്റും നമ്മുടെ ജാതിക്കത്തോട്ടല്ലേ? എനിക്ക് 2 ജാതിക്ക തരണേ. ആയിക്കോട്ടെ, 2 അല്ല, എത്ര ആണെങ്കിൽ എടുക്കാമല്ലോ. ജാതിക്ക പറിക്കാൻ സൗകര്യം. ഇവിടെയൊക്കെ ശരിക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഇരിക്കാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് വെച്ചിട്ട് വൈകുന്നേരം അതൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ ക്ലയന്റിനെ ഒരു ഇതും കൂടി നോക്കിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. സ്വന്തം വീട് പോലെ തന്നെ നിങ്ങൾ? അതെ, സ്വന്തം വീടായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്, അമ്മ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഇത് നമ്മൾ സംഘം ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ വേണമെങ്കിൽ ഒരു ബെഡ്റൂം എടുക്കാനുള്ള സ്പേസ് ഇപ്പൊ തന്നെ ഉണ്ടല്ലേ? അപ്പോൾ ഭാവിയിലേക്ക് എടുക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ സംഘം ചെയ്തിട്ടുള്ള ടോയ്ലറ്റ് ഏരിയ ഒക്കെയാണ്. ഇനി ഇവിടെ നിന്നായാലും താഴെ നോക്കുമ്പോൾ നമ്മുടെ അത് ഞാൻ പറയാൻ മറന്നുപോയി, നമ്മുടെ ഇന്നർ കോർട്ട്യാർഡിന്റെ ഒരു ആകാശ ഹൈ ആംഗിൾ ഈ പറഞ്ഞ ഏരിയയും കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മളെ സൈഡിൽ കൂടെ പോകുന്ന ആ പന്തല് കിട്ടില്ലേ? മുഴുവനായിട്ട് കവർ ആയിട്ടില്ല ഇപ്പോൾ. പക്ഷെ ഇപ്പോഴും രസമുണ്ട്, പൂക്കളൊക്കെ ആയി ഭംഗിയായിട്ട് വരുന്നുണ്ട്. ആ സൈഡിലേക്ക് മുഴുവൻ ചാരിത്തോട്ടോ അല്ലേ? അതെ. അടിപൊളി. നമുക്കിപ്പോൾ ഇത് ഇപ്പോൾ നിൽക്കുന്നത് 10 സെൻറ്റിലാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ക്ലയൻറ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ കൂടുതൽ സ്പേസ് കൊടുക്കാനുണ്ട്. 1 ഏക്കറിന് മുകളിലുണ്ട് നമ്മുടെ സ്ഥലം, ഈ സൈഡിലേക്കും ബാക്കിലേക്കും ആയിട്ട്. ഓക്കെ, മനക്കിലേക്ക് സ്വാഗതം. ഈ മനക്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം പണയം വെച്ചിരിക്കും ഉറപ്പായിട്ടും. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതായിരിക്കും സംഭവിക്കുക. നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം. അപ്പം ഈ വീട് ആവശ്യമുള്ളവർക്ക്, വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രീറാം റോഡ് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അടിപൊളി വീടാണ്. ഒരു കച്ചവടത്തിന് വേണ്ടി പണിതല്ല, ഇവർ താമസിക്കാൻ വേണ്ടി തന്നെ പണിത വീടായിരുന്നു.
പക്ഷേ ഇതിപ്പോൾ വിൽക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. അപ്പം പറഞ്ഞ സ്ഥലം പട്ടിക്കാട് അല്ലേ? അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റും. നമ്മുടെ ഹൈവേ പട്ടിക്കാട് അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഇങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് എത്താൻ പറ്റൂലേ. അതായത് നമ്മുടെ പീച്ചി ഡാമൊക്കെ ഇല്ലേ, ഇവിടെ നിന്ന് 6 കിലോമീറ്റർ പീച്ചി ഡാം, അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, വിളിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബ്രോ ഒരു ബൈ. ബൈ. താങ്ക് യു. മന അടയ്ക്കുക പോ.